കീഴടങ്ങുന്ന വെറും ഭൗതികമായ ശരീരമായിരിക്കും. വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്തു പ്രയോജനം? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട്, പ്രാപ്തി കൊണ്ട്, അവന്റെ തന്റെ ഇടം കൊണ്ട്, അവന്റെ പണം കൊണ്ട് അവൻ എന്തെല്ലാം സ്വരൂപിച്ചു കൂട്ടിയാലും ഈ ഉലകം വിട്ട് കടന്നു പോകുമ്പോൾ അവരൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് മനുഷ്യനുണ്ടായിരിക്കണം. ഇന്ന് നമുക്കറിയാം, എത്രയോ വലിയ വലിയ മനുഷ്യർ സമാധാനമില്ലാതെ ഉഴന്നു നടക്കുകയാണ്. പാർക്കുവാൻ വീടില്ലാഞ്ഞിട്ടല്ല, സഞ്ചരിക്കുവാൻ വാഹനമില്ലാഞ്ഞിട്ടല്ല, അവരുടെ ചിലവുകൾ കഴിഞ്ഞു പോകുവാൻ സാമ്പത്തികമില്ലാഞ്ഞിട്ടല്ല, കുടുംബത്തിനകത്ത് കുടുംബ പ്രശ്ന നിമിത്തം തകർക്കപ്പെട്ടിരിക്കുന്ന എത്രയോ ജീവിതങ്ങളെ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് കുടുംബ കോടതികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഡൈവേഴ്സ് കേസുകൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പന്റെയും അമ്മയുടെയും കൂടെ ഒരുമിച്ച് കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാൻ കഴിയുന്നുണ്ടോ? അപ്പനൊരിടത്താണെങ്കിൽ അമ്മ മറ്റൊരിടത്ത്, കുഞ്ഞുങ്ങൾ മറ്റൊരിടത്ത്. അപ്പനും അമ്മയ്ക്കും കുഞ്ഞുങ്ങളുമായി ജീവിക്കുവാൻ കഴിയാതെ കുഞ്ഞുങ്ങളെ അനാഥാലയത്തിലൊക്കെ കൊണ്ടാക്കിയിട്ട് ജോലിയുടേതായിരിക്കുന്ന ആ ബിസിയിൽ ആളുകൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമാണ്. പക്ഷെ ആ ഇമ്പം അനുഭവിപ്പാൻ കഴിയാതെ എത്രയോ ജീവിതങ്ങൾ പാഴായി ലോകത്തിന്റെ അവസ്ഥയിലൂടെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അപകട മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാളവണ്ടി യുഗത്തിൽ ഒരു കാളവണ്ടി മറിഞ്ഞ് 50 പേർ മരിച്ചു എന്നൊരു വാർത്തയുണ്ടായിട്ടില്ല. പക്ഷേ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ മരണങ്ങളുടെ പരമ്പര ഓരോ ദിവസവും വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ, നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വീക്ഷിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഹീനകരമായ വാർത്തകളുടെ പരമ്പരകളാണ് നമ്മുടെ കൺമുമ്പിൽ ഓടി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് ഈ ലോകത്ത് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ എന്തെല്ലാം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനത്രേ. മൃഗമൊരിക്കലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാറില്ലെങ്കിലും മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവത്തിലേക്ക് പോകാറുണ്ട്. അതുകൊണ്ടാണ് ജനിപ്പിച്ച അപ്പൻ പോലും മക്കളെ പീഡിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നൊന്നു വസവിച്ച മാതാവ് യാതൊരു മാതൃകരണമില്ലാതെ തെരുവോരങ്ങളിൽ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് നാട് കടന്നു പോകുന്നത്. ഇന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിടയ്ക്ക് പത്രത്തിൽ, മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത ഞാൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. ഡോക്ടറാകാൻ വേണ്ടി ഒരു അപ്പനും അമ്മയും ഏകമകനെ പഠിപ്പിച്ചു. പക്ഷേ അവനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അവന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ കിട്ടിയത് MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്നാണ്. യൗവനക്കാരായ പെൺകുഞ്ഞുങ്ങളടക്കം ആൺകുഞ്ഞുങ്ങളടക്കം ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും പാൽ മസാലകൾക്കും ലഹരി ഉപയോഗത്തിനും അടിമപ്പെട്ട് അപ്പനമ്മമാരെ അനുസരിക്കാത്തവരായി ലോകം പകച്ചു നിൽക്കുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും കാലൂന്നി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം നാം തിരിച്ചറിയണം, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? വിശുദ്ധ ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് മനുഷ്യർ ദ്രവ്യാഗ്രഹികളായി തീരും, തന്നിഷ്ടക്കാരായി മാറും, അപ്പനമ്മമാരെ അനുസരിക്കാത്തവരായി തീരും. ആ ഒരു അവസ്ഥയിലേക്കല്ലേ ഇന്ന് ലോകം ചുവട് വെച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കും ആരെയും അംഗീകരിക്കുവാനോ സ്നേഹിക്കുവാനോ കഴിയുന്നില്ല. ഭർത്താവിന് ഭാര്യയോ, ഭാര്യയ്ക്ക് ഭർത്താവിനെയോ, മക്കൾക്ക് അപ്പനമ്മമാരെയോ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത ലോകത്തിൽ മനുഷ്യൻ വിരഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ പുറമെ നോക്കിയാൽ ഒരു കുഴപ്പവുമില്ല. ആളുകളൊക്കെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരോടും തുറന്നു പറയാൻ പറ്റാത്ത വേദനിക്കുന്ന മുറിവുകളുമായി മനുഷ്യൻ ഓരോ ദിവസവും ജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് ഈ സന്ദേശം ഈ ദേശത്തോട് കൈമാറുമ്പോൾ ഒരു ചോദ്യം, മനുഷ്യ, നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അടുത്ത ജന്മത്തിൽ നീ ഏതെങ്കിലും ഒരു ജീവിയായിട്ടല്ല ജനിക്കുന്നത്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: കാഹളം ധരിക്കുമ്പോൾ അവന്റെ മൺമയമായ ശരീരം മണ്ണിൽ കളഞ്ഞിട്ട് ഒരു വിൺമയമായ ശരീരത്തോടുകൂടെ യേശുവിനെ എതിരേൽക്കുവാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ട് ഇതൊരു കെട്ടുകഥയല്ല, അമ്മൂമ്മക്കഥയല്ല, വേറെ പരിപാടിയൊന്നും ഇല്ലാഞ്ഞിട്ട് ഈ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു സന്ദേശമല്ല.
പ്രിയ സുഹൃത്തെ, മാതാവേ, സഹോദര, സഹോദരി, ഈ സമയത്ത് ഈ സന്ദേശം കൈമാറുമ്പോൾ ഓർത്തുകൊള്ളുക, നിനക്ക് മരണത്തിനപ്പുറം ഒരു മരണാനന്തര ജീവിതമുണ്ട്. നീ പറയും, ഇവിടെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ച് ഇവിടെ കൊണ്ടെല്ലാം കഴിയുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നിന്റെ ചിന്ത വെറും മിഥ്യയാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. മറിച്ച് മരണത്തിനപ്പുറത്ത് ഒരു മരണാനന്തര ജീവിതമുണ്ട്. എന്താ തെളിവെന്ന് ചോദിച്ചാൽ, ഉലകത്തിൽ ഉദയം ചെയ്യുന്ന ഉദയനക്ഷത്രമായ ക്രിസ്തു അത് ജീവിച്ച് മരിച്ചിട്ട് മരണത്തെ ജയിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് അത് മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു മരണാനന്തര ജീവിതമുണ്ടെന്നുള്ളത്. ഫാലിസ്തീന്റെ മണ്ണിൽ ഇസ്രയേൽ ഗവൺമെന്റ് കാശ് കൊടുത്താളെന്ന് പറയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് കല്ലറവാതിക്കൽ. അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മഹാന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു, ചക്രവർത്തിമാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു, രാഷ്ട്രീയ നേതാക്കന്മാരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയാണ്. ഈ ലോകം വിചാരിച്ചു കല്ലറയ്ക്കുള്ളിൽ അവനെ അടക്കം ചെയ്ത് വലിയ കല്ലുരുട്ടി വെച്ചിട്ട് ഇനി അവൻ പുറത്തു വരത്തില്ല എന്ന്. പക്ഷേ മരണവാസങ്ങളെ തകർത്തുകൊണ്ട്, റോമൻ ഇംപീരിയൽ മുദ്രകളെ പൊളിച്ചുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, മരണമേതിന്റെ ജയം എവിടെ, പാതാളമേതിന്റെ വിഷമുള്ളവരെന്ന് ചോദിച്ച് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഉലകത്തിൽ ഒരുവൻ ഇന്ന് ജീവിക്കുന്നവനുണ്ടെങ്കിൽ അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഇന്ന് സഹോദര, സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ അപ്പനേക്കാൾ, നിന്റെ അമ്മയേക്കാൾ, നിന്റെ കൂടപ്പിറപ്പുകളേക്കാൾ, രക്തബന്ധങ്ങളെക്കാൾ നിനക്ക് വേണ്ടി കാൽവരിയുടെ കുലത്തലങ്ങളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ കാലിനും പാണികൾക്ക് വേണ്ടി കാൽകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് അവസാനത്തുള്ള രക്തവും അതെ ഊറ്റിക്കൊടുത്തത് നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ വേണ്ടിയാണ്. അന്ധകാരത്തിൽ നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നീ അനുഭവിക്കുന്ന യാതനയിൽ നിന്നും ശോധനയിൽ നിന്നും നിന്നെ വിടുവിച്ച് നിനക്കൊരു നിത്യമായ സമാധാനം നൽകി തരാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യേശു ക്രിസ്തു ഒരു മതനേതാവല്ല. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല. തിരുവഴുത്ത് ഇങ്ങനെയാ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവന്റെ ജാതിയോ വർഗമോ വർണ്ണമോ വ്യത്യാസമില്ല, ലിംഗ വ്യത്യാസമില്ല. യേശുവിനെ ഹൃദയത്തിനകത്ത് ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് ദൈവമെതിരായി തീരുവാൻ കഴിയും. അതിന് കാശ് മുടക്കണ്ട, തീർത്ഥാടനങ്ങൾ നടത്തേണ്ട, പദയാത്രകൾ നടത്തേണ്ട, കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിന്റെ വാ തുറന്നുകൊണ്ട് യേശുവേ, എന്റെ പാപത്തെ നീ ക്ഷമിക്കണം.